ഹായ് ഗെയ്സ്, നമുക്കിന്ന് തിരച്ചി മീനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലി ഫുള്ള് കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതിനെ നമുക്കിന്ന് തീയിൽ വയ്ക്കാം. ഇന്ന് തിരച്ചി മീനാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ കാണിച്ചു ഞാൻ അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ചെറിയ ഉള്ളി കുറച്ച് എടുത്ത് രണ്ടായിട്ട് മുറിച്ചത്, കുറച്ച് പുളി, തേങ്ങ, തക്കാളി. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിലിടാൻ വേണ്ടത്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ട പൊടി ഐറ്റം കാണാം. ഇതിൽ ചേർക്കേണ്ട പൊടി ഐറ്റങ്ങൾ കാണാം. ഉലുവപ്പൊടി 1 ടീസ്പൂണാണ്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാം. നമ്മൾ ആ ചട്ടി വെച്ച് ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് എല്ലായിടും ഒന്ന് ചുറ്റിക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളി ചേർക്കുകയാണ്. പിന്നെ തക്കാളി, ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിടണം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞു വരുന്ന രീതിക്ക് ആവണം. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഈ മീനിൻ്റെ തൊലി ഫുള്ള് കളയണം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഇതിനെ വേവിക്കാൻ വയ്ക്കാം. മീൻ വേവത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കാം. വേകുന്ന സമയം കൊണ്ട് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് നല്ലതുപോലെ ചുവന്ന കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. നമുക്കിതാദ്യം ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ. അത് കഴിഞ്ഞാൽ മുളക് പൊടി 1, 2, അതും 2 ടീസ്പൂൺ. ഒരു കഷ്ണം പുളി. നമുക്കിത് ഇത്രയിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഇത് മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിലിട്ട് ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല രീതിക്ക് അരവ് വേണം. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എളുപ്പം വേവിക്കാൻ വെച്ചതിന്
ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ കഷ്ണം വെന്തിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഇതിനെ ഒഴിക്കാം. വെള്ളം പാകത്തിന്. ഇവിടെ കുറച്ച് കറിയായിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇനി ഉപ്പ് കുറച്ചുകൂടെ വേണം. അപ്പം നമുക്കിതിലോട്ട് കുറച്ചുകൂടെ ഉപ്പിടാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം തിളപ്പിക്കാം. മീൻ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തച്ചു. ഇവിടെ ഇത്രയും അരപ്പ് വേണം, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അരപ്പ് ഉപയോഗിച്ചോണം. വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് നാളൊരു വീഡിയോയുമായിട്ട് കാണാം.